ഇന്നലെ രാത്രിയിലേ ഞങ്ങൾ മന്തി കഴിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് പോയിട്ട് മന്തി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ രാവിലെ തന്നെ പത്തിരിയും ഉരുളക്കിഴങ്ങ് കറിയും ഉണ്ടാക്കി കഴിച്ചു. അങ്ങനെ തന്നെ രാവിലെ പോകാമെന്ന് പ്ലാൻ ചെയ്തു കേട്ടോ. നല്ല വെയിലാണിവിടെ. അപ്പം ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. പിന്നെ എൻ്റെ നാത്തൂനും കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ, വീട്ടിലെല്ലാവരും ഉണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മ മന്തിയൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഉമ്മ പറ്റുന്നില്ല, ഞങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ. ഞാനും എൻ്റെ ബ്രദറും അവളും മക്കളും മാത്രമേ പോകുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. ഓട്ടോറിക്ഷയിൽ പോയി നേരെ മന്തിക്കടയുടെ ഫ്രണ്ടിൽ നിർത്തി അവിടെ കയറി. അപ്പോഴത്തേക്കും എൻ്റെ ബ്രദർ അവിടെ എത്തി. അങ്ങനെ അവിടെ പോയിട്ട് പിന്നെ ഒന്നും പറയണ്ട, അറഞ്ചം പുറഞ്ചം അങ്ങോട്ട് തട്ടിയെന്ന് വേണേൽ പറയാം. മന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊന്നും അധികം കഴിക്കാൻ പാടില്ല. പിന്നെ മാസത്തിലോ ഒക്കെ ഒരെണ്ണമൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ അധികമായാൽ അമൃതവും വിഷമല്ലേ. അപ്പം വല്ലപ്പോഴും ഒക്കെ കഴിക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഫുഡുകളെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ ഫുഡൊക്കെ തന്നെയാണ് ഇഷ്ടം. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാനും. എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നല്ല മന്തിയാണ്. ഞങ്ങളിവിടെ പലപ്പോഴും വന്ന് കഴിക്കാറുണ്ട്. ഞാനിവിടെ വരുമ്പോഴും പിന്നെ നേരത്തെ ഇവിടെ ആയിരുന്നപ്പോഴൊക്കെ ഇവിടുന്ന് തന്നെ ഫുഡ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. നല്ല അൽഫാമും നല്ല കുഴിമന്തിയൊക്കെ കേട്ടോ ഇവിടുത്തെ. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് നേരെ ഇപ്പോൾ പുതിയതായിട്ട് കാഞ്ഞിരപ്പള്ളിയിൽ ഓപ്പൺ ആയിട്ടുള്ള സ്റ്റുഡിയോയിലേക്കാണ് പോയത്. ഇത്രയും തുറന്നിട്ട് ഏകദേശം 1 മാസമായിക്കാണ്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞാൻ ഇന്നാണ് അവിടെ പോയത്. അപ്പം പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമായില്ല. കാരണം എനിക്ക് പറ്റിയ ഡ്രസ്സുകളൊന്നും അവിടെ കണ്ടില്ല. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നും ആയില്ല. കുട്ടികൾക്കൊക്കെ പറ്റിയ കുറേ ഡ്രസ്സുണ്ട്. പിന്നെ ജെൻസിന് പറ്റിയ ഒരുപാട് ഡ്രസ്സുകളുണ്ട്. ലേഡീസിന് എനിക്കത്ര തോന്നിയില്ല. ഞാൻ കുറേ നോക്കിയിട്ടൊന്നും എനിക്കത്ര തോന്നിയില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് എൻ്റെ മുടി ഒന്ന് കട്ട് ചെയ്യാൻ ഓർത്തു കേട്ടോ. കാരണം എൻ്റെ മുടി ഫുള്ള് ഡാമേജായി. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് തന്നെ മുടി ഫുള്ളും ഡാമേജായി പോയിട്ടോ. അപ്പോൾ ഞാനൊരു മുടി ഹെയർ കട്ടൊക്കെ ചെയ്തിട്ടാണ് വന്നത്.